വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇഗ്നോ അലേർട്സും എജുഫിക്സ് അക്കാദമിയും ചേർന്നിട്ട് ഇഗ്നോയുടെ ക്ലാസ്സുകൾ നല്ല അഫോർഡബിൾ റേറ്റിന് നിങ്ങൾക്ക് നൽകുന്നുണ്ട്. 500 രൂപ തൊട്ടിട്ടാണ് ഇവിടെ ക്ലാസ്സിൻ്റെ റേറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ UG പ്രോഗ്രാം ആയിട്ടുള്ള BCom, BBA, BA ഇംഗ്ലീഷ്, സോഷ്യോളജി, സൈക്കോളജി, എക്കണോമിക്സ്, ഹിസ്റ്ററി എന്നീ 7 UG പ്രോഗ്രാമിനാണ് നമ്മൾ ക്ലാസ് നൽകുന്നത്. 500 രൂപയാണ് ഒരു സബ്ജക്റ്റ് നമ്മൾ ഒരു വർഷത്തേക്ക് ചാർജ് ചെയ്യുന്നത്. ഓക്കെ, ഇനി PG പ്രോഗ്രാം ആയിട്ടുള്ള MBA, MCom, MA ഇംഗ്ലീഷ് എന്നിവയ്ക്കാണ് നൽകുന്നത്. ഇവിടെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ 700 രൂപയാണ് ഒരു സബ്ജക്റ്റ് നമ്മൾ ഒരു വർഷത്തേക്ക് PG പ്രോഗ്രാമിന് മേടിക്കുന്നത്. അപ്പോൾ ക്ലാസ്സിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും അടങ്ങിയിട്ടുള്ള ഒരു ലെങ്തി വീഡിയോ നമ്മൾ ഓൾറെഡി പ്രിപ്പയർ ആക്കിയിട്ടുണ്ട്. നിങ്ങൾക്ക് ഇതിനെപ്പറ്റി കൂടുതലായിട്ട് എന്തെങ്കിലും അറിയാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ ആ ഒരു വീഡിയോ കാണാവുന്നതാണ്. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിലും കമൻസിലൊക്കെ കൊടുക്കുന്നുണ്ട്. അതുപോലെ ക്ലാസ്സിനകത്ത് നമ്മൾ ജോയിൻ ചെയ്യിപ്പിക്കുന്നത് വാട്സപ്പ് ഗ്രൂപ്പ് വഴിയാണ്. അപ്പോൾ താഴെ കോമൺ വാട്സപ്പ് ഗ്രൂപ്പ് ലിങ്കുകളുണ്ട്, അതിനകത്ത് ജോയിൻ ചെയ്യുക. ബാക്കി ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നമ്മൾ ആ ഒരു ഗ്രൂപ്പ് വഴിയാണ് കേട്ടോ അറിയിക്കുന്നത്. അപ്പോൾ താല്പര്യമുള്ളവർ ഗ്രൂപ്പിനകത്ത് ജോയിൻ ചെയ്തോളൂ. കൂടുതൽ ഇൻഫോർമേഷൻ ആയിട്ട് ലെങ്തി വീഡിയോ കണ്ടോളൂ കേട്ടോ. ഇത് നമ്മുടെ 4ാമത്തെ വീഡിയോ ആണ് കേട്ടോ. 2024 ജാനുവരി സെഷനിൽ അഡ്മിഷൻ എടുത്ത സ്റ്റുഡൻസിന് ഒരുപാട് കാര്യങ്ങൾ അറിയാനുണ്ട്. അപ്പോൾ ഇതിനകത്ത് നമ്മൾ സ്റ്റുഡൻറ്റ് പോർട്ടൽ ക്രിയേറ്റ് ചെയ്യുന്നതും അതുപോലെ പല സൈറ്റിനകത്ത്, അതായത് നിങ്ങളുടെ സ്റ്റഡി മെറ്റീരിയൽ സ്റ്റാറ്റസ് ചെക്ക് ചെയ്യാനുള്ളത്, അതുപോലെ ഇഗ്നോയുടെ ഒഫീഷ്യൽ സൈറ്റ്, അതുപോലെ തന്നെ സ്റ്റുഡൻറ്റ് പോർട്ടൽ, ഇവിടെയൊക്കെ ലോഗിൻ ചെയ്യുന്ന സമയത്ത് ലോഗിൻ ചെയ്യാൻ പറ്റാത്ത ഇഷ്യൂസും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ ഒരു വീഡിയോയ്ക്കകത്ത് പറയുന്നത്. പല ആൾക്കാർക്കും കൺഫർമേഷൻ വരുന്നത് ഒന്നല്ലെങ്കിൽ ടെക്സ്റ്റ് മെസ്സേജ് ആയിട്ടോ അല്ലെങ്കിൽ മെയിലായിട്ടോ, ചില ആൾക്കാർക്ക് രണ്ടും വരുന്നുണ്ട്. അപ്പോൾ മെയിൽ വഴി വരുന്നതിൽ നമ്മുടെ എല്ലാ ഡീറ്റെയിൽസ്, അതായത് അഡ്മിഷൻ കൺഫേം ആയി എന്ന് പറഞ്ഞ ഒരു ഗ്രീറ്റിംഗ്സും, പിന്നെ നമ്മുടെ എൻറോൾമെൻറ്റ് നമ്പറും, നമ്മൾ ഏതൊക്കെ പ്രോഗ്രാമിനായി രജിസ്റ്റർ ചെയ്തിരിക്കുന്ന റീജിയണൽ സെൻറ്റർ, സ്റ്റഡി സെൻറ്റർ, അങ്ങനെ കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്. കുറച്ച് താഴോട്ട് പോയി കഴിഞ്ഞാൽ ഇവിടെ നമ്മളോട് പറയുന്നുണ്ട്, പ്ലീസ് രജിസ്റ്റർ യുവർ സെൽഫ് ഓൺ ദ സ്റ്റുഡൻറ്റ് പോർട്ടൽ. ഒരു ലിങ്ക് തന്നിട്ടുണ്ട്. ആൻഡ് ക്രിയേറ്റ് യുവർ സ്റ്റുഡൻറ്റ് അക്കൗണ്ട് 3 days ആഫ്റ്റർ കൺഫർമേഷൻ ഓഫ് യുവർ അഡ്മിഷൻ. അതായത് അഡ്മിഷൻ കൺഫേം ആയിട്ട് ഒരു 3 ദിവസത്തിന് ശേഷം നമ്മളോട് സ്റ്റുഡൻറ്റ് പോർട്ടൽ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറഞ്ഞേക്കാണ്. സ്റ്റുഡൻറ്റ് പോർട്ടലിലെ ലിങ്കും കാര്യങ്ങളും തന്നിട്ടുണ്ട്. ഇതാണ് സമർത്ത് പോർട്ടൽ. ഈ ഒരു സമർത്ത് പോർട്ടലിനകത്ത് ഒരുപാട് സർവീസസ് അവൈലബിൾ ആണ്. ഓക്കെ, നിങ്ങൾക്ക് വേണമെങ്കിൽ ID കാർഡ് ഇതിനകത്ത് എടുക്കാം, നിങ്ങളുടെ സ്റ്റഡി സെൻറ്റർ ചേഞ്ച് ചെയ്യാം, നിങ്ങളുടെ അഡ്രസ്സ് ചേഞ്ച് ചെയ്യാം, പിന്നെ അതുപോലെ തന്നെ ABC അക്കൗണ്ട് നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും. പിന്നെ നമ്മുടെ ഏതൊക്കെ സബ്ജക്റ്റും ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അതിനകത്ത് കാണും. നമ്മുടെ ഒരു പ്രൊഫൈൽ പോലെ അതിനകത്ത് കാണും. പിന്നെ ഉള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫാക്ടറാണ്. നമ്മളിപ്പോൾ അഡ്മിഷൻ എടുക്കുമ്പോൾ ഫസ്റ്റ് സെമ്മും സെക്കൻഡ് സെമ്മിനൊക്കെ പേയ്മെൻറ്റ് ഒന്നും അടയ്ക്കുന്നില്ലല്ലോ, ഫസ്റ്റ് സെമ്മിന് മാത്രമേ അടയ്ക്കുന്നുള്ളൂ. അപ്പോൾ കമ്മിങ് സെമസ്റ്റർ അല്ലെങ്കിൽ കമ്മിങ് ഇയറിനൊക്കെ പേയ്മെൻറ്റ് അടയ്ക്കുന്നതൊക്കെ നമ്മൾ ഈ ഒരു സ്റ്റുഡൻറ്റ് പോർട്ടൽ വഴിയാണ്. അപ്പോൾ നമ്മൾ പൊതുവേ ഇത് അറിയപ്പെടുന്നത് രജിസ്ട്രേഷൻ പോർട്ടൽ എന്നാണ്. കാരണം കൂടുതൽ പേരും രജിസ്ട്രേഷൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു സൈറ്റ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ സ്റ്റുഡൻറ്റ് പോർട്ടൽ. ഇതിനകത്ത് രജിസ്റ്റർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. അപ്പോൾ ഇതിപ്പോൾ തന്നെ രജിസ്റ്റർ ചെയ്യണമെന്ന് ഒരു നിർബന്ധമില്ല, ഒട്ടും നിർബന്ധമില്ല കേട്ടോ. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ചെയ്യാം, അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും സർവീസ് ആവശ്യമുള്ളപ്പോൾ നമ്മൾ അപ്പോൾ രജിസ്റ്റർ ചെയ്യാണ് പൊതുവേ ചെയ്യാറ്. അതായത് സെമസ്റ്റർ വൈസ് പ്രോഗ്രാം ആണെങ്കിൽ 6 മാസം കഴിയുമ്പോഴാണ് നമ്മൾ സെക്കൻഡ് സെമ്മിൻ്റെ പേയ്മെൻറ്റ് അടയ്ക്കേണ്ടത്. ഇയർ വൈസ് പ്രോഗ്രാം ആണെങ്കിൽ 1 year കഴിയുമ്പോൾ അടയ്ക്കേണ്ടത്. അപ്പോൾ ആ ഒരു ടൈം ആകുമ്പോഴാണ് ഒരുവിധ ആൾക്കാരൊക്കെ ഈ ഒരു പോർട്ടലിനകത്ത് രജിസ്റ്റർ ചെയ്യാറുള്ളൂ. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ രജിസ്റ്റർ ചെയ്യാം, അതിൽ തടസ്സമൊന്നുമില്ല. ഇവരിവിടെ പറയുന്നത് കൺഫർമേഷൻ കഴിഞ്ഞിട്ട് ഒരു 3 ദിവസത്തിന് ശേഷം നിങ്ങൾക്ക് എന്ത് ചെയ്യാം, രജിസ്റ്റർ ചെയ്യാം എന്നാണ് പറയുന്നത്. പക്ഷേ പല ആൾക്കാർക്കും ഈ ഒരു കൺഫർമേഷൻ വന്നിട്ട് 3 ദിവസത്തിന് ശേഷം ചെയ്യാൻ പറ്റാറില്ല. എൻറോൾ നമ്പർ ഈസ് നോട്ട് ഫൗണ്ട് അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് കാണിക്കാറുണ്ട്. അപ്പോൾ നോർമലി 3 ദിവസം കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു സ്റ്റുഡൻറ്റ് പോർട്ടലിനകത്ത് രജിസ്റ്റർ ചെയ്യാൻ പറ്റും. ചില ആൾക്കാർക്ക് 1 week അല്ലെങ്കിൽ 2 week 1 month വരെയൊക്കെ ടൈം എടുക്കാറുണ്ട്. അപ്പോൾ നോർമൽ ടൈമാണ് ഈ ഒരു 3 days. 3 days കഴിഞ്ഞാൽ നമുക്ക് ചെയ്യാവുന്നതാണ്. പക്ഷേ കമ്പൽസറി ഒന്നുമല്ല കേട്ടോ. എന്തായാലും ആവശ്യം വരും, പക്ഷെ പെട്ടെന്ന് ചെയ്യണമെന്നൊന്നും കമ്പൽസറി ഒന്നുമല്ല. ഇതിൻ്റെ തൊട്ട് താഴെ ഇവർ പറയുന്നുണ്ട് ABC അക്കൗണ്ടും കൂടി ക്രിയേറ്റ് ആക്കണം എന്നുണ്ട്. അപ്പോൾ ABC അക്കൗണ്ട് എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുക, എങ്ങനെയാണ് ഇഗ്നോ ആയിട്ട് ലിങ്ക് ചെയ്യുക എന്നൊക്കെ ഓൾറെഡി നമ്മൾ ഡീറ്റെയിൽഡ് വീഡിയോ ഇട്ടിട്ടുണ്ട്. ലെങ്തി വീഡിയോ ആണ്, ആരെങ്കിലും കാണാത്തവരുണ്ടെങ്കിൽ ആ ഒരു വീഡിയോ കാണുക. പിന്നെ തൊട്ട് താഴെയായിട്ട് സ്റ്റഡി മെറ്റീരിയൽ സ്റ്റാറ്റസ് ട്രാക്ക് ചെയ്യാനുള്ള ലിങ്കും കാര്യങ്ങളൊക്കെ തന്നിട്ടുണ്ട്. സ്റ്റഡി മെറ്റീരിയൽ ഒന്നും നമുക്ക് ഇപ്പം തന്നെ കിട്ടില്ല കേട്ടോ. എങ്ങനെയാണ് നമുക്ക് സ്റ്റുഡൻറ്റ് പോർട്ടൽ ക്രിയേറ്റ് ചെയ്യാൻ നോക്കാം. അപ്പോൾ ഇവിടെ തന്നിരിക്കുന്ന ഈ ലിങ്കിനകത്ത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇതിങ്ങനെ ഒരു ഭാഗം വരും. അപ്പോൾ ആർക്കെങ്കിലും ഈ ലിങ്കും കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ. ഇതാണ് സമർത്ത് പോർട്ടൽ, രജിസ്ട്രേഷൻ ചെയ്യാനൊക്കെ ഉള്ള പോർട്ടലാണ്. ഇതിനെ സ്റ്റുഡൻറ്റ് പോർട്ടൽ എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിനകത്ത് ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഡയറക്റ്റ്ലി ഇങ്ങോട്ട് വരാൻ പറ്റും. അപ്പോൾ ഈ ഒരു സൈറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പല ആൾക്കാരും തെറ്റിദ്ധരിക്കുന്നത് നമ്മൾ അഡ്മിഷൻ എടുത്തേക്കുന്ന യൂസർ നെയിം പാസ്വേഡ് ഇവിടെ കൊടുത്തിട്ട് എന്ത് ചെയ്യും, അപ്ലൈ ചെയ്യും. ഒരിക്കലും കാര്യമില്ല. അഡ്മിഷൻ എടുക്കുമ്പോൾ നമ്മൾ യൂസ് ചെയ്തേക്കുന്ന യൂസർ ID പാസ്വേഡും അഡ്മിഷൻ പോർട്ടലിൻ്റേതാണ്. അവിടുത്തെ യൂസർ ID പാസ്വേഡ് ഇവിടെ കൊണ്ടുവന്ന് അടിച്ചാൽ എങ്ങനെയാണ് ഓപ്പൺ ആവുക, ഇൻവാലിഡ് എന്നല്ലേ കാണിക്കുള്ളൂ. അപ്പോൾ നിങ്ങൾ ഈ സൈറ്റിനകത്ത് ആദ്യമായിട്ടുള്ളൊരു വ്യക്തിയാണ്. അപ്പോൾ എന്ത് ചെയ്യുക, ഇവിടെ ന്യൂ രജിസ്ട്രേഷൻ എന്ന് കൊടുക്കുക. ഓക്കെ, ന്യൂ രജിസ്ട്രേഷൻ എന്ന് കൊടുത്തിട്ട് നിങ്ങളുടെ പ്രോഗ്രാം
ഇപ്പോൾ നിങ്ങൾ MBA ഒക്കെ ആണെന്നുണ്ടെങ്കിൽ MBA ഏതാണ് ആണ്, അതായത് മാർക്കറ്റിംഗ് ആണെങ്കിൽ അടിച്ചു കൊടുക്കുക. ഇപ്പോൾ അവിടെ ഇങ്ങനെ വരും, അപ്പോൾ അത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. പിന്നെ അതുപോലെ നിങ്ങളുടെ പേര് ID കാർഡിൽ എങ്ങനെയാണോ നിങ്ങളുടെ പേര് വെച്ച് കഴിഞ്ഞാൽ അത് കറക്റ്റ് കൊടുക്കുക. എൻറോൾമെൻറ്റ് നമ്പർ നിങ്ങൾക്ക് ID കാർഡിലുണ്ടാവും, കൺഫർമേഷൻ വരുമ്പോൾ ഉണ്ടാവും. ആ എൻറോൾമെൻറ്റ് നമ്പറും കറക്റ്റ് കൊടുക്കുക. ഈ ഒരു ക്യാപ്ച വെരിഫിക്കേഷൻ കൂടി കൊടുത്തിട്ട് സബ്മിറ്റ് ചെയ്യുക. അപ്പോൾ എന്ത് ചെയ്യും, നിങ്ങളുടെ രജിസ്റ്റേർഡ് മെയിലിലോട്ട് ഒരു OTP പോവും. ആ ഒരു OTP ഇവിടെ കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് പാസ്വേഡ് സെറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും ഒരു പാസ്വേഡ് കൊടുക്കാവുന്നതാണ്. അപ്പോൾ നമ്മുടെ യൂസർ നെയിം നിങ്ങളുടെ എൻറോൾമെൻറ്റ് നമ്പർ തന്നെയായിരിക്കും, പാസ്വേഡ് നിങ്ങൾ സെറ്റ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇങ്ങോട്ട് തന്നെ വരും. നിങ്ങൾക്ക് അവിടെ യൂസർ നെയിമും പാസ്വേഡും കൊടുത്തിട്ട് ലോഗിൻ ചെയ്യാവുന്നതാണ്. ഇനി ഓൾറെഡി രജിസ്റ്റർ ചെയ്തു, നിങ്ങൾ ഇതിൻ്റെ പാസ്വേഡ് മറന്നു പോയിട്ടുണ്ടെങ്കിൽ ഇവിടെ റീസെറ്റ് പാസ്വേഡ് ഓപ്ഷൻ ഉണ്ട്. പ്രോഗ്രാം സെലക്ട് ചെയ്യുക, എൻറോൾ നമ്പർ കൊടുത്തു കഴിഞ്ഞാൽ സെയിം മെയിലോട്ട് ഒരു OTP പോവും, അത് കൊടുക്കുക. എന്നിട്ട് ഇഷ്ടമുള്ള ഒരു പാസ്വേഡ് വീണ്ടും സെറ്റ് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്, സ്റ്റുഡൻറ്റ് പോർട്ടൽ ക്രിയേറ്റ് ആക്കുന്നത് കേട്ടോ. ഞാനൊരു സ്റ്റുഡൻറ്റ് പോർട്ടൽ ക്രിയേറ്റ് ആക്കിയിട്ട് ലോഗിൻ ചെയ്തതാണ്. അപ്പോൾ ഇതിനകത്ത് ഒരുപാട് സർവീസസ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഫസ്റ്റ് തന്നെ ഓപ്പൺ ചെയ്തപ്പോൾ ഇതിങ്ങനെ ഒരു ഭാഗം കാണുന്നുണ്ട്. ഇവിടെ തന്നെ നമുക്ക് ഒരുപാട് സംഭവങ്ങൾ, അതായത് രണ്ടാമതായിട്ട് ഇവിടെ കാണുന്നുണ്ട് ABC നമുക്ക് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ ഇതുവഴിയാണ്. അപ്പോൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ ഇത് ലിങ്ക് ചെയ്തിട്ടുണ്ട്, അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ട്. പിന്നെ അടുത്ത കാര്യങ്ങൾ വന്നിട്ടുള്ളത് റീരജിസ്ട്രേഷൻ ചെയ്യാനുള്ളതാണ്. ഞാൻ പറഞ്ഞല്ലോ, ഈ ഒരു സ്റ്റുഡൻറ്റ് പോർട്ടൽ മെയിനായിട്ട് റീരജിസ്ട്രേഷൻ ചെയ്യാനുള്ളതുകൊണ്ട് പല ആൾക്കാർ ഇതിനെ റീരജിസ്ട്രേഷൻ പോർട്ടൽ തന്നെയാണ് ഇപ്പോഴും പറയുന്നത്. അപ്പോൾ ആ കാര്യങ്ങളും ഒക്കെ ഇവിടെ ഉണ്ട്. ഇനിയിപ്പോൾ നമ്മൾ ഈ ലെഫ്റ്റ് സൈഡിൽ ഏറ്റവും താഴോട്ട് പോയി കഴിഞ്ഞാൽ ഇവിടെ സർവീസസ് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. അത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് സർവീസസ് ആണ് നമുക്ക് ഇതിനകത്ത് കിട്ടുന്നത്. യൂണിവേഴ്സിറ്റി വെബ്സൈറ്റ് ഉണ്ട്, സ്റ്റഡി സെൻറ്റർ ചേഞ്ച് ചെയ്യണമെങ്കിൽ അത് ചേഞ്ച് ചെയ്യാൻ പറ്റും, റീജിയണൽ സെൻറ്റർ ചേഞ്ച് ചെയ്യണമെങ്കിൽ അത്, പിന്നെ എക്സാമിനേഷൻ ഫോം, പിന്നെ ഡിജിറ്റൽ റിസോഴ്സസ്, പോഡ്കാസ്റ്റ്, പിന്നെ റേഡിയോ ഉണ്ട്, ടെലിവിഷൻ ഉണ്ട്, പിന്നെ അസൈൻമെൻറ്റ് ക്വസ്റ്റ്യൻസ് ഇവിടെ നിന്ന് നമുക്ക് തന്നെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എടുക്കാൻ പറ്റും. പിന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ്, പിന്നെന്താ ABC അക്കൗണ്ട്, ഹോൾ ടിക്കറ്റ്, ID കാർഡ്, അഡ്രസ്സ് ചേഞ്ച് ചെയ്യുന്നത്, ഇങ്ങനെ ഒരുപാട് സർവീസസ് നൽകുന്ന ഒരു സൈറ്റാണിത്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇപ്പം തന്നെ രജിസ്റ്റർ ചെയ്യണമെങ്കിൽ രജിസ്റ്റർ ചെയ്യാം, അല്ലെങ്കിൽ എന്തെങ്കിലും ആവശ്യം വരുന്ന സമയത്ത് രജിസ്റ്റർ ചെയ്താലും മതി. ഇത് ഇപ്പം തന്നെ ചെയ്യണം എന്ന് യാതൊരുവിധ നിർബന്ധവും ഇല്ല കേട്ടോ. ഓക്കെ, ആവശ്യം വരുമ്പോൾ ചെയ്താലും മതി. അപ്പോൾ ഇത്രയും സിമ്പിളായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സ്റ്റുഡൻറ്റ് പോർട്ടൽ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇനി പല ആൾക്കാരും ഇവിടെ ഈ പറഞ്ഞ പോലെ ന്യൂ രജിസ്ട്രേഷൻ കൊടുത്ത് ഡീറ്റെയിൽസ് ഒക്കെ അടിക്കുന്ന സമയത്ത് ഇവിടെ റെഡ് കളറിൽ ഇൻവാലിഡ് ഡീറ്റെയിൽസ് അല്ലെങ്കിൽ എൻറോൾ നമ്പർ ഈസ് നോട്ട് ഫൗണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് കാണിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരിക്കലും ടെൻഷൻ ആവരുത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അഡ്മിഷൻ കൺഫേം ആയ ഉടനെ തന്നെ നിങ്ങളുടെ ഡീറ്റെയിൽസും കാര്യങ്ങളൊന്നും സൈറ്റിനകത്ത് അപ്ഡേറ്റ് ചെയ്യില്ല. ഞാൻ പറഞ്ഞല്ലോ, ചില ആൾക്കാർക്ക് 3 ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ അപ്ഡേറ്റ് ആവും, ചില ആൾക്കാർക്ക് ഒരാഴ്ചയും 2 ആഴ്ചയും, ചില ആൾക്കാർക്ക് 1 മാസമൊക്കെ കഴിഞ്ഞാലാണ് അവരുടെ ഡീറ്റെയിൽസ് സൈറ്റിനകത്ത് അപ്ഡേറ്റ് ആവുള്ളൂ. അതുകൊണ്ട് തന്നെ അത്രയും ടൈം എടുത്തിട്ടാണ് നിങ്ങൾക്ക് ഇവിടെ ഡീറ്റെയിൽസ് കാണുള്ളൂ. അപ്പോൾ അങ്ങനെ ഇൻവാലിഡ് ഡീറ്റെയിൽസ് എന്നൊക്കെ റെഡ് കളറിലൊക്കെ പറഞ്ഞിട്ട് കാണിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, വെയിറ്റ് ചെയ്യുക. അതുപോലെ ഇതാണ് കേട്ടോ നമ്മുടെ ഇഗ്നോയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ്, igno.ac.in. ഇതാണ് സൈറ്റ്. ഇതിനകത്ത് വന്നു കഴിഞ്ഞാൽ കുറച്ച് താഴോട്ട് പോയി കഴിഞ്ഞാൽ റൈറ്റ് സൈഡിൽ ഉണ്ടാവും എൻറോൾമെൻറ്റ് നമ്പറും പ്രോഗ്രാം കോഡും ഡേറ്റ് ഓഫ് ബർത്തും അടിച്ചിട്ട് ലോഗിൻ ചെയ്യാനുള്ളൊരു ഭാഗം. ഇവിടെ ലോഗിൻ ചെയ്ത് കഴിഞ്ഞാലും പല ആൾക്കാർക്ക് ഇതേപോലെ എൻറോൾ നമ്പർ ഈസ് നോട്ട് ഫൗണ്ട്, പ്ലീസ് കോൺടാക്ട് യുവർ റീജിയണൽ സെൻറ്റർ എന്നൊക്കെ പറഞ്ഞിട്ട് കാണിക്കും. അപ്പോഴും നിങ്ങൾ ടെൻഷൻ ആവേണ്ട കാര്യമില്ല, സെയിം അത് തന്നെയാണ്. നിങ്ങളുടെ ഡീറ്റെയിൽസൊക്കെ സൈറ്റിനകത്ത് വരാൻ ടൈം എടുക്കും, അതുകൊണ്ടാണ് അങ്ങനെ ഉള്ളത്. ഈ പറഞ്ഞ പോലെ 1 മന്തും 2 മന്തൊക്കെ കഴിഞ്ഞിട്ട് അങ്ങനെ തന്നെയാണ് കാണിക്കണമെങ്കിൽ നിങ്ങൾ റീജിയണൽ സെൻറ്ററായിട്ട് കോൺടാക്ട് ചെയ്തോളൂ, അവർക്ക് മെയിൽ അയച്ചാൽ മതി. പക്ഷേ ഇതൊക്കെ നോർമൽ ടൈമാണ്, ഈ ടൈം കഴിഞ്ഞാലൊക്കെയാണ് ചിലരുടെ റെഡി ആവാറുള്ളൂ. ഓക്കെ.